സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 6. 5 ബാറ്ററിയുടെ ടോർച്ച് കുഴിക്കുള്ളിലേക്ക് താഴ്ത്തിയിട്ട് അടിച്ചു പിടിച്ചു. ഐവിക്കൊപ്പം കുഴിയിലേക്ക് നോക്കിയ കുര്യച്ചൻ നടുങ്ങിപ്പോയി. എൻ്റെ ഈശോയെ, എന്താണ് ഈ കാണുന്നേ? തോമസും കണ്ടു, ഐവിയും കണ്ടു. അതിനുള്ളിൽ കിടക്കുന്ന അസ്ഥികൂടത്തെ. ഉപയോഗിക്കാത്ത കല്ലറയ്ക്കുള്ളിൽ അസ്ഥികൂടം. കുര്യച്ചൻ വിറച്ചു. ഐവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പാ, അവളുടെ മനസ്സ് വല്ലാതെ തേങ്ങിക്കരഞ്ഞു. അമ്മയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് അകാലത്തിൽ കൊല ചെയ്യപ്പെട്ട അപ്പൻ്റെ രൂപം ആദ്യമായി മകൾ കാണുന്നു, അസ്ഥികൂടമായിട്ട്. കാമാസക്തി കൂടുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കാലനാണ്. പക്ഷേ അതെൻ്റെ അപ്പനും അമ്മയും ആയി പോയല്ലോ. എന്തൊരു മഹാഭാപിയാണ് ഞാൻ. ഐവിക്കും തലതല്ലി കരയാൻ തോന്നി. കുഞ്ഞേ, കുര്യാച്ചൻ്റെ വിറയാർന്ന സ്വരം. ഐവി ടോർച്ച് പിൻവലിച്ചു. പിന്നെ പറഞ്ഞു, ഇനി സ്ലാബ് പഴയതുപോലെ ഇട്ടോളൂ. മോളെ, ഈ കല്ലറ തുറന്നിട്ടില്ല, പണിയിപ്പിച്ചേ പിന്നെ ഇന്നേ വരെ. പക്ഷെ ഇതിനുള്ളിൽ ഇതെങ്ങനെ വന്നു? കുര്യച്ചൻ ചോദിച്ചു. വന്നു, എങ്ങനെയോ. 18 വർഷം മുമ്പ്. ഇതിനുള്ളിൽ തന്നെയാണോ എന്നറിയാനാണ് ഇത് തുറക്കാൻ പറഞ്ഞത്. കുഞ്ഞെങ്ങനെ ഇതറിഞ്ഞു? ആര് അറിഞ്ഞു? ഐവി പറഞ്ഞു. ആരാ മോളെ ഇത്? മോൾക്കറിയാമോ? തോമസ് ചോദിച്ചു. അറിയാം. ആരാ മോളെ? അപ്പൻ. ഐവി വിങ്ങിപ്പൊട്ടി. ചെറിയാൻ ചേട്ടനോ? അതെ, ഒളിച്ചോടിപ്പോയ ചെറിയാൻ ചേട്ടൻ, ഐവി ആവർത്തിച്ചു. എൻ്റെ ഈശോയെ, കുര്യച്ചൻ നെഞ്ചിൽ കൈവച്ചു. ഇതിനകത്താണോ ഒളിക്കാൻ കണ്ടത്? അതെ, ഒളിപ്പിച്ചു. കൊന്നിട്ട്, ഐവി പറഞ്ഞു. കൊന്നിട്ടോ? ആര് കൊന്നു? അത് കണ്ടുപിടിക്കണം, അവൾ ഉദാസീനമായി എന്ന മട്ടിൽ പറഞ്ഞു. മോൾ എങ്ങനെ ഇതറിഞ്ഞു? അറിഞ്ഞു, അവൾ പറയാൻ കൂട്ടാക്കിയില്ല. ആ സ്ലാബ് മൂട്. വല്ലവിധേനയും പാടുപെട്ട് ഇരുവരും കൂടി സ്ലാബ് പിടിച്ച് പഴയ പടിയിട്ടു. നമുക്ക് പോകാം. ഐവിക്ക് ഉത്സാഹം വീണ്ടും കിട്ടിയിരുന്നു. ആശങ്ക നീങ്ങിയിരുന്നു. ഇതാ അപ്പൻ ഇവിടെയുണ്ട്, അസ്ഥി മാത്രമായിട്ട്. മൂവരും പതിയെ നടന്നു. മോളെ, നീ ഇതെങ്ങനെ അറിഞ്ഞു? തോമസ് വീണ്ടും ചോദിച്ചു. സത്യം ഒരിക്കലും മരിക്കുന്നില്ല അപ്പാപ്പാ. എൻ്റെ അപ്പൻ്റെ ഘാതകരെ എത്ര യാദൃശ്ചികമായാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആരാന്ന് പറയൂ മോളെ. കൃത്യമായി പിടികിട്ടിയില്ല. ഐവി നോക്കാൻ വേണ്ടിയാണോ മോൾ ഇവിടെ വന്നത്? ഒക്കെ ജഡ്ജി സാറും കൂടി അറിഞ്ഞോണ്ടാണോ? അങ്ങേര് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് കൊന്നവനെ വെറുതെ വിടത്തില്ല. എത്ര കാശുള്ളവനായാലും. അങ്ങേര് മിടുക്കനാ, പണ്ടേ നല്ല ബുദ്ധിമാനുമാ, കേട്ടിട്ടുണ്ട്. തോമസ് പതിയെ പറഞ്ഞു. എന്നാലും എവിടെയെങ്കിലും പോയി പെണ്ണും കെട്ടി കഴിയുവാന്നായിരുന്നു എൻ്റെ ധാരണ ഇത്രയും നാളും. ഐവി മിണ്ടിയില്ല. ആ ചേട്ടത്തിയേ, മോടമ്മ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വഴക്കിട്ട് രാത്രി പോയതാന്ന്. ഞാനത് വിശ്വസിച്ചു. മിക്കപ്പോഴും വഴക്കായിരുന്നു രണ്ടും കൂടെ. ആ ചേട്ടത്തി അത്ര ശരിയല്ലെന്ന് ചേട്ടൻ പറയുമായിരുന്നു. പോയതുപോലെ വരുമെന്നാ ഞാൻ കരുതിയേ. പക്ഷേ കുറേ നാളായിട്ടും കണ്ടില്ല താനും. ഞാനും അന്വേഷിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ ചേട്ടാനിയൻ ബന്ധം അങ്ങനെ ആയിരുന്നു. എന്നാലും ചത്തൂന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം, അതും കൊന്നിട്ട്. ഇത്ര അടുത്ത് ശവം ഒളിപ്പിച്ചിട്ട്. എന്തായിരുന്നു കാര്യം? മൂവരും പള്ളിപ്പറമ്പിൽ നിന്നും പുറത്തിറങ്ങി വഴിയിലൂടെ നടക്കുമ്പോൾ കുളത്തിങ്കൽ കളറയ്ക്ക് മുൻപിൽ 2 പേർ എത്തിയിരുന്നു. SI ചന്ദ്രമോഹനും കോൺസ്റ്റബിളും. ഐവിയെ വാച്ച് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട കോൺസ്റ്റബിൾ. പകൽ അവളി കല്ലറയ്ക്ക് മുന്നിൽ വന്നതും കപ്പ്യാര് കുര്യച്ചൻ തോമസിൻ്റെ വീട്ടിൽ ചെന്നതും ഒക്കെ അപ്പോഴപ്പോൾ ചന്ദ്രമോഹൻ അറിയുന്നുണ്ടായിരുന്നു. ഐവിയും തോമസും ചെയ്തതെല്ലാം 4-5 കല്ലറയ്ക്ക് അപ്പുറത്തിരുന്ന് ഇരുവരും കാണുകയായിരുന്നു. സംഭാഷണം കേൾക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രമോഹൻ ആ ഇളകിയ സ്ലാബിന് ചുറ്റും പരിശോധിച്ചു. ഇതിനുള്ളിൽ എന്താണ് അവൾ കണ്ടത്? 18 വർഷം മുമ്പ് മർഡർ നടന്നു. ഐവിയുടെ വാക്കുകൾ ഓർമ്മിച്ചു. എൻ്റെ അപ്പനെ കൊന്നു. യേസ്, ഇൻസ്പെക്ടർ ചന്ദ്രമോഹൻ സ്വയം പറഞ്ഞു. അതിനുള്ളിൽ അവൾ കണ്ടെത്തിയത് സ്വന്തം അപ്പൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ. കൊലപാതകിയെയും അവൾ തന്നെ കണ്ടുപിടിക്കുമോ? ഇൻസ്പെക്ടർ വാച്ചിൽ നോക്കി. സമയം വെളുപ്പിന് 3 കഴിഞ്ഞിരിക്കുന്നു. ഫോൺ ശബ്ദിച്ചു. രാത്രി. സകല ജീവജാലങ്ങളും നിശ്ചലമായി ഉറക്കത്തെ പുൽകിക്കിടക്കവേ DYSP ഫെർണാണ്ടസിൻ്റെ വീട്ടിൽ ഫോൺ ശബ്ദിച്ചു. ഫെർണാണ്ടസ് ഉണർന്നു. റിസീവർ എടുക്കും മുമ്പേ ലൈറ്റിട്ടു. സമയം 3:30 മണി. നേരം വെളുത്തിട്ടില്ല. ഒന്ന് കോട്ടുവായി ഇട്ടു. ഹലോ, DYSP ഹിയർ. ഹലോ സാർ, ഞാനാണ് ചന്ദ്രമോഹൻ, കോണാട്ടുകരയിൽ നിന്നും. ഫെർണാണ്ടസിൻ്റെ ഉറക്കച്ചടവ് പമ്പ കടന്നു. ചാടി എണീറ്റ് ബെഡിലിരുന്നു. എന്താ ചന്ദ്രമോഹൻ, എനി ഗുഡ് ന്യൂസ്? യെസ് സാർ, ഐവി ജോൺ ഫ്രാൻസിസിനെ കണ്ടു. സത്യം? അവൾ എവിടെ? സ്റ്റേഷനിലോ അതോ മറ്റെവിടെയെങ്കിലുമോ? ഫെർണാണ്ടസിൻ്റെ ഹൃദയമിടിപ്പ് പോലും അങ്ങകലെ ചന്ദ്രമോഹൻ കേട്ടു. സാർ, സമാധാനമായി കേൾക്കണം. ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് കൊണ്ട് തന്നെ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ചന്ദ്രമോഹൻ്റെ സ്വരം താഴ്ന്നു. എന്താണ് ചന്ദ്രമോഹൻ, ഈ മുഖവിര? കാര്യം പറയൂ. ഫെർണാണ്ടസിന് ഉത്കണ്ഠ. ഐവിയെ ഞാൻ തേടി പിടിച്ചതല്ല. ആ കുട്ടി എന്നെ തേടി വരികയായിരുന്നു എൻ്റെ ക്വാർട്ടേഴ്സിൽ.
അവൾക്ക് എന്തെങ്കിലും ആപത്ത്? ഒന്നുമില്ല, സ്മാർട്ട് ഗേൾ, സുഖമായിരിക്കുന്നു. ഒന്ന് വിശദീകരിച്ചു പറയൂ. ഫെർണാണ്ടസിന് വല്ലാത്ത അക്ഷമയായി. ആ കുട്ടി പറഞ്ഞ പേര് സാറ് പറഞ്ഞതുപോലെയോ ജഡ്ജി അദ്ദേഹം എഴുതിയിരുന്നത് പോലെയോ അല്ല. ഐവി ചെറിയാൻ എന്നാണ് പേര് പറഞ്ഞത്. ഐവി ചെറിയാൻ? ഫെർണാണ്ടസിൽ ഒരു നടുക്കം, അമ്പരന്ന സ്വരം. എന്നിട്ട് ആ കുട്ടി എവിടെ? ഞാൻ പറഞ്ഞു തീരട്ടെ സാർ. യെസ്. അവൾക്ക് 2 ദിവസത്തെ സമയം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും എങ്ങും പോകില്ല എന്നും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ വന്നതാണെന്നും ആ ലക്ഷ്യം സാധിക്കണമെന്നും പറഞ്ഞു. ലക്ഷ്യം? ഫെർണാണ്ടസിൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. യെസ് സാർ, ഞാൻ ആ കുട്ടിക്ക് 48 മണിക്കൂർ സമയം അനുവദിച്ച് ഇഷ്ടത്തിന് വിട്ടു. ചന്ദ്രമോഹൻ്റെ ശബ്ദം താഴ്ന്നു. വിട്ടു? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വിട്ടു. പോലീസ് യൂണിഫോം ധരിക്കുന്നുണ്ടെങ്കിലും ഞാനും ഒരു മനുഷ്യനാണല്ലോ സാർ. പ്രശ്നമൊന്നുമില്ലാതെ കൈകാര്യം ചെയ്യാം എന്നുറപ്പുണ്ട്. അവൾ മിനിയാന്ന് സന്ധ്യയ്ക്കാണ് എത്തിയത്. ഇന്നലെ സന്ധ്യയ്ക്ക് 24 മണിക്കൂറായി. ഇന്ന് പുലർന്നു. അസ്തമിച്ചാൽ 48 മണിക്കൂർ. അവൾ ഇവിടെ തന്നെയുണ്ട്, നിഴൽ പോലെ. അവൾ അറിയാതെ കൂടെ പോലീസുമുണ്ട്. ഓഹോ, താമസം തോമസിൻ്റെ കൂടെ. തോമസ് ഐവിയുടെ അപ്പാപ്പനാണെന്ന് പറഞ്ഞു. ഓ, എന്നിട്ട്? ഫെർണാണ്ടസ് തിരക്കി. എന്താണ് അവളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു സാർ. 18 വർഷം മുമ്പ് അവളുടെ അപ്പനെ ആരോ കൊലപ്പെടുത്തിയത്രേ. റിസീവർ തൊട്ടിരുന്ന ചെവി പൊള്ളിയതുപോലെ ഫെർണാണ്ടസ് അകത്തി പിടിച്ചുപോയി. വല്ലാത്ത ഞെട്ടൽ. എന്താണ് കേൾക്കുന്നത്? കൊലപ്പെടുത്തിയെന്നോ? അതെ, ചെറിയാൻ എന്ന് പറഞ്ഞ ആളിനെ. ജോൺ ഫ്രാൻസിസ് സാർ വളർത്തച്ഛനാണത്രേ. സത്യമാണോ സാർ? ആ യെസ്. എന്നിട്ട്? ഈ പറയുന്ന ചെറിയാൻ ഒളിച്ചോടിയെന്നാണത്രേ റെക്കോർഡ്. ബാക്കി വിവരങ്ങൾ ചോദിച്ചിട്ട് ആ കുട്ടി തന്ത്രപൂർവ്വം വെട്ടിമാറിക്കളഞ്ഞു. എന്നിട്ട് എന്താണ് അവൾ ഇപ്പോൾ പറയുന്നത്? ചെറിയാൻ എന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടതാണെന്ന് നാട്ടുകാരെ കൊണ്ട് അംഗീകരിപ്പിക്കുക. കൊലപാതകിയെ കണ്ടെത്താൻ എൻ്റെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ അനുവദിച്ച 48 മണിക്കൂറിനുള്ളിൽ തന്നെ കൊലപാതകിയെ കണ്ടെത്താൻ എല്ലാ തെളിവുകളും അവൾ ഉണ്ടാക്കിയെടുക്കും. അത് വെറുതെ. പണ്ടെങ്ങോ നടന്ന സംഭവം ഒളിച്ചോട്ടം എന്നതിപ്പോൾ ശരിക്കും മർഡർ ആയിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ വിചാരിച്ചാൽ എന്ത് തെളിവ് നിർത്താൻ കഴിയും? ഫെർണാണ്ടസ് ഉദാസീനതാ സ്വരത്തിൽ ചോദിച്ചു. ശ്രമിച്ചാൽ കഴിയും സാർ, ചന്ദ്രമോഹൻ തുടർന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് പോലും പരീക്ഷണങ്ങൾ വഴി അതിൻ്റെ നിജസ്ഥിതി കണ്ടുപിടിക്കുന്ന കാലമാണിതെന്ന് സാറിനോട് ഞാൻ പറയേണ്ടതില്ലല്ലോ സാർ. ഫെർണാണ്ടസിൻ്റെ ശബ്ദം താഴ്ന്നു. ഓ, അതിനിപ്പോൾ അവശിഷ്ടം കിട്ടിയിട്ട് വേണ്ടേ? 10-18 വർഷം മുമ്പ് ഒളിച്ചോടിയാൾ മരിച്ചു എന്നിപ്പോൾ ആരോ പറഞ്ഞുവെത്രേ. അവശിഷ്ടം എവിടെ പോയി മാന്തി എടുക്കും? ഫെർണാണ്ടസ് തുടർന്നു. അത് കിട്ടിയിട്ട് വേണ്ടേ പരീക്ഷണം നടത്താൻ? ആ കുട്ടി നമ്മളെക്കാൾ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയോ. മാത്രമല്ല നല്ല ധൈര്യം, ശേഷി, കാൽക്കുലേഷൻ. അവൾ അവശിഷ്ടം കണ്ടെത്തി കഴിഞ്ഞു സാർ. മൈ ഗോഡ്, എവിടെ? ഇവിടുത്തെ പള്ളി സെമിത്തേരിയിൽ, ഒരു കല്ലറയ്ക്കുള്ളിൽ. ഇതാ ഇപ്പോൾ. ആ കുട്ടിയെ പിന്തുടർന്ന് കോൺസ്റ്റബിൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ സെമിത്തേരിയിൽ ഒളിച്ചിരുന്നു. ആ കുട്ടിയും അപ്പാപ്പനും കപ്പ്യാരും കൂടി ആരും അറിയാതെ ആ കല്ലറ മൂടി നീക്കി. അതിനുള്ളിൽ അവർ ഉദ്ദേശിച്ചത് എന്തോ അത് കണ്ടെത്തിയിട്ടുണ്ട്, തീർച്ച. എന്നിട്ട്? ഫെർണാണ്ടസിന് ശ്വാസം വിലങ്ങി. സ്ലാബിട്ട് മൂടിയിട്ടവർ തിരികെ പോയി. എൻ്റെ ഈ ഊഹം ശരിയാണെങ്കിൽ പുലരാൻ കാത്തിരിക്കുകയാണവൾ. എൻ്റെ അടുത്ത് വരും, കേസ് ഫയൽ ചെയ്യും, കൊലപാതകിയെ പിടിക്കാൻ നിർദ്ദേശിക്കും. ഈ പ്രായത്തിൽ ഇത്രയുമൊക്കെ ചെയ്യാൻ തുനിഞ്ഞ പെണ്ണ് ലക്ഷ്യത്തിലെത്താതെ അടങ്ങും എന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ സാറിനെ വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ കാര്യങ്ങളുടെ കിടപ്പ് സാറിനെ ഒന്ന് അറിയിക്കാനാണ്. അവളുടെ കാര്യത്തിൽ സാറും സാറിൻ്റെ മകനും ഇൻട്രസ്റ്റ് കാട്ടിയിരുന്നല്ലോ. ഇനി പറയൂ സാർ, ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കേണ്ടതുണ്ടോ? ഫെർണാണ്ടസ് 1 മിനിറ്റ് ആലോചിച്ചു. ജോൺ ഫ്രാൻസിസിനെ കൊടുക്കാം. ഒറ്റ വെടിക്ക് 2 പക്ഷി. ഫെബിയുടെയും ക്ലാരയുടെയും ജീവൻ്റെ പ്രതികാരം ഐവി എന്ന പെണ്ണ്. മകൻ്റെ സ്വപ്നത്തിൽ നിന്നും തുടച്ചെറിയപ്പെടുക. രണ്ടും ഒറ്റയടിക്ക്. ഫെർണാണ്ടസ് തിരിച്ചും മറിച്ചും ചിന്തിച്ചു. ജോൺ ഫ്രാൻസിസിനെ തകർക്കണോ അതോ രക്ഷിക്കണോ? മകനെ തകർക്കണോ അതോ രക്ഷിക്കണോ? തൻ്റെ ഒരു നിർദ്ദേശത്തിന് രണ്ടിലേതെങ്കിലും സംഭവിക്കും. ഏതു വേണം? ഫെർണാണ്ടസ് ഒരിക്കൽ കൂടി ചിന്തിച്ചു. പിന്നെ ഫോണിലൂടെ എന്തോ പറഞ്ഞു. റിസീവർ വെച്ചു. സ്വയം ഓർത്തു, ആ പെണ്ണ് സാധാരണക്കാരിയല്ല. സ്വന്തം ജന്മസ്ഥലമാണെങ്കിലും അറിയപ്പെടാത്ത സ്ഥലം. അവിടെ ചെല്ലുക, അവിടെയുള്ളവരെ കൂട്ടുപിടിക്കുക, പാതിരാത്രിക്ക് സെമിത്തേരിയിലെത്തി കല്ലറ തുറക്കുക. ഒറ്റ ദിവസം കൊണ്ട് അവൾ എന്തു ചെയ്താലും തനിക്കത് പ്രശ്നമായിരുന്നില്ല. പക്ഷേ തൻ്റെ വായിൽ നിന്നും കേട്ട വാർത്തയായിപ്പോയി അതിൻ്റെ അടിസ്ഥാന കാരണക്കാരൻ താനായിരിക്കെ സംഭവിക്കുന്നത് എന്തു തന്നെയായാലും തൻ്റെ മകൻ ക്ഷമിക്കത്തില്ല. അവിടെയാണ് തൻ്റെ പരാജയം. മാത്രമല്ല, ജോൺ ഫ്രാൻസിസ് ഇത്തിരി വിഷമിക്കണമെന്നേ കരുതിയുള്ളൂ. അയാൾ അപമാനിതനാകണമെന്നോ ജയിലിൽ പോകണമെന്നോ ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നേ തനിക്കിത് ലോകത്തിന് ചൂണ്ടിക്കാട്ടാമായിരുന്നു, പ്രതികാരം ചെയ്യാമായിരുന്നു. കഷ്ടം, ആ പെണ്ണൊരു നീരാളിയാണോ?
ഇത്രയും വർഷം അവളെ ജീവനെപ്പോലെ സ്നേഹിച്ച ആ രണ്ട് മനുഷ്യജീവികളെ ഇത്ര പെട്ടെന്ന് അവളുടെ ഹൃദയം നിരാകരിച്ചോ? ആ മനുഷ്യനെ കാരാഗൃഹത്തിലേക്ക് അയക്കത്തക്ക വിധം വെറുത്തോ? എന്നോ എവിടെയോ ഒരപ്പൻ മരിച്ചു എന്ന് കേട്ടപ്പോഴേക്കും അങ്ങനെ ഒരു ഓർമ്മ പോലും നാളിതുവരെ ഇല്ലാതിരുന്നിട്ടും പെണ്ണ് ഒരിളക്കത്തിന് ചാടിപ്പുറപ്പെട്ടതാണ്, ഒട്ടും ആലോചിക്കാതെ. പക്ഷേ ഭവിഷ്യത്ത് ഭീകരമായിരിക്കും. തീർച്ചയായും ജോൺ ഫ്രാൻസിസ് പിടിക്കപ്പെടും. താൻ സാക്ഷിയായാൽ ഒരു ജഡ്ജിയുടെ കൈകളിൽ വിലങ്ങ് വീഴുക, ജയിലിൽ കിടക്കുക, വിസ്തരിക്കപ്പെടുക. എങ്കിൽ ഈ 18 വർഷം താൻ മൗനം പാലിച്ചതിന് എന്തർത്ഥം? മാത്രമല്ല, ജഡ്ജി പിടിക്കപ്പെട്ടാൽ ഭാഗികമായി താനും കുറ്റക്കാരനാണ്. കൊലപാതക രഹസ്യം മൂടിവെച്ചതിന്, കൂട്ടുനിന്ന് ശവം ഒളിപ്പിച്ചതിന് ഐവിക്ക് തന്നോടും അമർഷം കാണും. അവൾ തന്നെ മാത്രമായി ഒഴിവാക്കും എന്ന് വിശ്വസിക്കാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഫെർണാണ്ടസ് എണീറ്റു. ഇനി എങ്ങനെ ഉറങ്ങാനാവും? അദ്ദേഹം മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തല വല്ലാതെ പുകയുന്നു. ഒരു പോംവഴി കണ്ടെത്തണം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ. ചന്ദ്രമോഹൻ കുഴപ്പക്കാരനല്ല. അയാളുടെ കയ്യിൽ തന്നെ എല്ലാ കാര്യവും ചെന്നുപെട്ടത് ഭാഗ്യം. അയാൾ പ്രശ്നമുണ്ടാക്കില്ല, തീർച്ച. വെളുപ്പിന് തന്നെ ഫെർണാണ്ടസ് ഒരുങ്ങിയിറങ്ങി. കാർ സ്റ്റാർട്ട് ചെയ്തു. കാറിൻ്റെ ശബ്ദം കേട്ട് ഫ്രിഞ്ചി എണീറ്റ് വരുമ്പോൾ കണ്ടത് ഗേറ്റ് കടക്കുന്ന കാറാണ്. ഇത്ര വെളുപ്പിന് ഡാഡി എവിടെ പോകുന്നു? രൂക്ഷമായ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ? പെട്ടെന്ന് വെടിവയ്പ്പോ കൂട്ടക്കൊലയോ ഉണ്ടായി കാണും. അല്ലെങ്കിൽ ഡാഡി ഈ വെളുപ്പിന് പോകില്ല. ജോൺ ഫ്രാൻസിസ് വെളുപ്പിന് തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു. ചായ കുടിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഉണരാനെന്ത്, ഉറങ്ങിയിട്ട് വേണ്ടേ? ആ വലിയ വീട്ടിൽ രണ്ട് ജീവികൾ ഉറങ്ങാനാവാതെ പുകഞ്ഞു നീറി കത്താൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെ ആയിരിക്കുന്നല്ലോ. പുലർന്നിട്ടില്ല. 4:30 കഴിഞ്ഞതേയുള്ളൂ. ജോൺ ഫ്രാൻസിസ് മുറിക്കുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പുറത്തെ മുറിയിൽ ബെഡിൽ ഒരു പ്രതിമ പോലെ കുത്തിയിരിക്കുന്ന റീത്തയെ കാണാം. ഒരാഴ്ച കൊണ്ട് എത്ര ക്ഷീണിച്ചു പോയി അവൾ. പെട്ടെന്നൊരു വൃദ്ധയായതുപോലെ അവളുടെ സങ്കടം. അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ആർക്ക് കണ്ടുപിടിക്കാനാവും? സങ്കടത്തോടെ അവളെ നോക്കി നിൽക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. അകത്ത് പക്ഷി ചിലയ്ക്കുന്നു. ആരാണീ പുലരും മുമ്പ്? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു, ജോലിക്കാരി വന്നറിയിച്ചു. ആരാണെന്ന് പറഞ്ഞില്ലേ? സാറിനെ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞു. കയറിയിരിക്കാൻ പറയൂ. ജോലിക്കാരി പോയി. ജോൺ ഫ്രാൻസിസ് ധൃതിയിൽ പല്ല് തേച്ച് മുഖം കഴുകി. കണ്ണാടിയിലൊന്ന് നോക്കി. ഒരു പ്രേതത്തിൻ്റെ ഭാവം. മുഖം തുടച്ചു മെല്ലെ പുറത്തിറങ്ങി. സ്വീകരണമുറിയിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ ജോൺ ഫ്രാൻസിസിന് ശ്വാസം നിലച്ചുപോയി. അമ്പരപ്പ്, അവിശ്വസനീയത. പ്രതീക്ഷിച്ചില്ല അല്ലേ? അതും ഈ സമയത്ത്? ഫെർണാണ്ടസ് ചോദിച്ചു പതിയെ. ഇല്ല, ജോൺ ഫ്രാൻസിസ് സത്യം പറഞ്ഞു. വരേണ്ടി വന്നു. റീത്ത മുറിയിലുണ്ട്. ജോൺ ഫ്രാൻസിസ് ഫെർണാണ്ടസിനെതിരെ ഇരുന്നു. ഒരു അത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ട്, അതുകൊണ്ടാണ് വന്നത്. ജോൺ ഫ്രാൻസിസ് മൗനം. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഫെർണാണ്ടസ് ചോദിച്ചു. ഇപ്പോൾ യാതൊരു തോന്നലുമില്ല, അതാണ് സത്യം. ജോൺ പറഞ്ഞു. ഞാൻ അനുഭവിച്ച വേദന അതിൻ്റെ 4-1 നിങ്ങൾ അനുഭവിക്കണം എന്നേ കരുതിയുള്ളൂ. ക്ഷമാപണം പോലെ ഫെർണാണ്ടസ് പറഞ്ഞു. വിഷമിക്കേണ്ട, 4-1 പകരം 4 ഇരട്ടിയാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. സന്തോഷിക്കാം, ജോൺ ഫ്രാൻസിസ് പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി ഇത് കേൾക്കണമെന്നോ സംഭവം ഇങ്ങനെയായി തീരണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയാം, എന്നാലും സത്യം അതാണ്. ആ കുട്ടിയെ മിസ്സിംഗ് ആയിട്ടും എന്നോടൊരു വാക്ക് പറയാതിരുന്നതും അതാണല്ലോ, അല്ലേ? ജോൺ ഫ്രാൻസിസ് മിണ്ടിയില്ല. എങ്കിലും ഒരു ചെറിയ ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുത്തു. നിങ്ങൾക്ക് വേണ്ടിയല്ല, എൻ്റെ മകന് വേണ്ടി. ഐവി ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ജോൺ ഫ്രാൻസിസ് ജാഗരൂകനായി. അറിയില്ല. എനിക്കറിയാം. എവിടെ എൻ്റെ മോൾ, എവിടെ? ജോൺ ഫ്രാൻസിസ് പിടഞ്ഞുണർന്നു. പറയാം, അതിനാണല്ലോ ഞാൻ വന്നത്. പറയൂ, എനിക്ക് അവളെ കാണണം, കൂട്ടിക്കൊണ്ടുവരണം. അവൾ വന്നില്ലെങ്കിൽ എനിക്കെൻ്റെ റീത്തയും നഷ്ടപ്പെടും. എനിക്കെൻ്റെ മോളെ കിട്ടണം ഫെർണാണ്ടസ്. കിട്ടാം, കിട്ടാതിരിക്കാം. അത് നിങ്ങളെ ആശ്രയിച്ചല്ല, ആ കുട്ടിയുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. അവൾക്കൊരു ഒരു കുഞ്ഞല്ലല്ലോ, മേജറായില്ലേ? അവളുടെ ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ അവൾക്കിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അവളുടെ അപ്പൻ്റെ ഒരു കൊലപാതകി മാത്രമാണെങ്കിലോ? നോ ഫെർണാണ്ടസ്. 2.5 വയസ്സ് മുതൽ അവൾ ഈ നെഞ്ചിൽ കിടന്നേ ഉറങ്ങിയിട്ടുള്ളൂ. ഒരു നല്ല പ്രായം വരെയും. അവളെ താരാട്ടുപാടി ഉറക്കിയ റീത്ത അവൾക്ക് ആരുമല്ലാതാകുമോ? ആകും ജോൺ ഫ്രാൻസിസ്. പ്രായമായവരുടെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളൊന്നും ഇളയ മനസ്സിനെ കാണണമെന്നില്ല. നിങ്ങൾ പറയുന്നത് ഐവി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൈക്കുഞ്ഞല്ല. അവളിപ്പോൾ കോണാട്ടുകരയിലുണ്ട്, അവളുടെ അപ്പാപ്പൻ്റെ അടുത്ത്, തോമസിൻ്റെ കൂടെ, അതേ വീട്ടിൽ. അങ്ങനെയൊരു സംശയം ആദ്യം തോന്നിയിരുന്നു. എങ്കിലും അത് സത്യമാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ നടുങ്ങി. അവൾക്ക് അവളുടെ അപ്പൻ്റെ ആൾക്കാർ വലുതായിരിക്കുന്നു. ഇത്ര കാലമായിട്ട് തിരിഞ്ഞു നോക്കാത്തവർ. 1.5 ലക്ഷം രൂപ അവളോടൊപ്പമുണ്ട്. 1.5 ലക്ഷം രൂപ?
അതെ, അവളുടെ അക്കൗണ്ടിൽ നിന്നെടുത്തത്. നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. ഞാൻ അന്വേഷിച്ചറിഞ്ഞു. പറയൂ. ഇന്ന് പുലർന്നാൽ ഐവി കോണാട്ടുകര പോലീസ് സ്റ്റേഷനിലെത്തും. പോലീസ് സ്റ്റേഷനിൽ? ജോൺ ഫ്രാൻസിസ് കണ്ണു മിഴിച്ചു. അതെ, 18 വർഷം മുമ്പ് അവളുടെ അപ്പനെ കൊലപ്പെടുത്തി എന്ന കേസ് ഫയൽ ചെയ്യാൻ, കൊലപാതകിയെ പിടികൂടി ശിക്ഷിക്കാൻ. ജോൺ ഫ്രാൻസിസ് അമ്പരന്നു, വിയർത്തു. വ്യക്തമായ റെക്കോർഡും തെളിവുമൊക്കെ അവളുടെ കയ്യിലുണ്ട്. കോണാട്ടുകര പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്കുള്ളിൽ 18 വർഷം മുമ്പ് നമ്മൾ നിക്ഷേപിച്ച ആ ശരീരത്തിൻ്റെ അസ്ഥികൂടം വരെ അവളുടെ കസ്റ്റഡിയിലുണ്ടെങ്കിലോ? ജോണിൻ്റെ കണ്ണുകൾ തുറിച്ചുപോയി. ഈ രാത്രി മുഴുവൻ അവളും അവൾക്ക് കൂട്ടായി 2 പേരും സെമിത്തേരിയിലുണ്ടായിരുന്നു. ആ കല്ലറയുടെ സ്ലാബ് നീക്കി അവൾ അത് കണ്ടെത്തിക്കഴിഞ്ഞു. മുഴുവൻ കേട്ടില്ല. ജോൺ ഫ്രാൻസിസ് തളർന്നു വീണുപോയി. ഫെർണാണ്ടസ് തന്നെ ഫാനിട്ടു. പുറത്ത് മഞ്ഞ് പെയ്യുമ്പോഴും ജോൺ ഫ്രാൻസിസ് വിയർത്തു. ഇരുവർക്കുമിടയിൽ ഏറെ നേരം നിശബ്ദത തങ്ങി നിന്നു. ഇരുവർക്കും മിണ്ടാൻ ഒന്നുമില്ലാത്തതുപോലെ. ഒടുവിൽ ആ നിശബ്ദതയ്ക്ക് വിരാമമിട്ടതും ഫെർണാണ്ടസ് തന്നെ. ജോൺ, നമ്മൾ നിഷ്ക്രിയരായിരിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യണം. അതുടനെ വേണം താനും. ജീവിതം എനിക്കിപ്പോൾ വല്ലാതെ മടുത്തു ഫെർണാണ്ടസ്. എൻ്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ മോൾ. അവളെ എനിക്ക് നഷ്ടപ്പെട്ടു പൂർണ്ണമായും. ഇനി എന്തിനു ഓടണം ലക്ഷ്യമില്ലാതെ? ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? ജോൺ നേരിയ കിതപ്പോടെ ചോദിച്ചു. റീത്തയ്ക്കും ലക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചരട് പൊട്ടിയ 2 പട്ടങ്ങൾ ഏതെങ്കിലും മരക്കൊമ്പിലോ ഉയർന്ന ഗോപുരത്തിലോ ഇലക്ട്രിക് കമ്പിയിലോ തട്ടി കീറി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന പട്ടങ്ങൾ. ഫെർണാണ്ടസ്, പ്ലീസ് വിട്ടേക്കൂ. ഞാനിവിടെ കാത്തിരിക്കാം. പോലീസ് വരട്ടെ, എന്നെ വിലങ്ങ് വെക്കട്ടെ. ഒരുപക്ഷെ താങ്കൾക്ക് വേണമെങ്കിലും അത് ചെയ്യാം. മിസ്റ്റർ ജോൺ, അതിനായിരുന്നുവെങ്കിൽ ഈ പുലർച്ചയിൽ പുതപ്പിൻ കീഴിൽ കിടന്ന് എനിക്ക് ഉറങ്ങാമായിരുന്നു. ജോൺ ഫ്രാൻസിസിൻ്റെ ചുവന്നു വിങ്ങിയ കണ്ണുകളും ആകെ വിറകൊള്ളുന്ന ശരീരവും നോക്കിക്കൊണ്ട് ഫെർണാണ്ടസ് പറഞ്ഞു. എന്നെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ വേണ്ട ഫെർണാണ്ടസ്, എനിക്കതിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കാം, പക്ഷേ എനിക്കുണ്ട്. ഞാനാണിതിന് കാരണക്കാരൻ. പശ്ചാത്താപം മാത്രമല്ല, 18 വർഷം മുമ്പ് ഒരു കൊലപാതകം മറച്ചുവെച്ചതും ഡെഡ് ബോഡി ഒളിപ്പിക്കാൻ കൂട്ടുനിന്നതും തെളിയിക്കപ്പെട്ടാൽ ശിക്ഷയിൽ നിന്നൊഴിവാകാൻ DYSP പദവി പോരാ. ഓ, ജോൺ മെല്ലെ മുന്നോട്ടാഞ്ഞിരുന്നു. ഞാൻ കാരണം നിങ്ങളും അപമാനിക്കപ്പെടും. ജയിലിൽ കയറേണ്ടി വരും അല്ലേ? മനഃപൂർവ്വമല്ലെങ്കിലും ഒരിക്കൽ നിങ്ങളെ ഞാൻ ദ്രോഹിച്ചു. ഇനിയും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ സംഭവിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ നിങ്ങൾ താമസിക്കരുത്. കോണാട്ടുകരയിൽ ചെല്ലണം, എത്രയും വേഗം. ഫെർണാണ്ടസ് പറഞ്ഞു. ജോൺ ഫ്രാൻസിസ് ദീർഘനിശ്വാസം ഉതിർത്തു. എന്നിട്ട് ഐവിയെ കാണണം. കാണാം. അവളെ പിന്തിരിപ്പിക്കണം. എങ്ങനെ? നിങ്ങൾ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ലേ? ഫെർണാണ്ടസ്, ഞങ്ങൾ അവളെ അനുസരിക്കാൻ ശീലിപ്പിച്ചില്ല. പകരം അവളെ ഞങ്ങൾ അനുസരിക്കുകയായിരുന്നു. വാശിക്കാരിയും ദുശാഠ്യക്കാരിയുമായി അവൾ വളർന്നുവെങ്കിലും എന്നും അവളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം തന്നെ ആയിരുന്നതിനാൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊന്നും ശരിയായിരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ മാത്രം. ജോണിൻ്റെ സ്വരം താഴ്ന്നു. ഞങ്ങളുടെ സന്തോഷം, സംതൃപ്തി, ചിരി എന്നല്ല, ജീവിതം തന്നെ അവളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്നു എന്നുപോലും മനസ്സിലാക്കിയത് ഈ ഒരാഴ്ച കൊണ്ടാണ്. എൻ്റെയും റീത്തയുടെയും ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയ പടികൾക്ക് മുകളിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചാണ് അവൾ എത്തിയത്. എന്നും അവൾ ഉയർന്ന സോപാനത്തിൽ കൊടിയും പറത്തി നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഫെർണാണ്ടസ്, ആരും തന്നെ ഇത്രയധികം സ്നേഹം മക്കൾക്കായി നീക്കി വെക്കരുത്. അത് ആപത്താണ്. മക്കൾക്കും നമ്മൾക്കും ഒരുപോലെ. കം ടു ദി പോയിന്റ്. ഫെർണാണ്ടസ് ജോൺ ഫ്രാൻസിസിൻ്റെ ശ്രദ്ധയെ വീണ്ടും തിരിച്ചു. എന്ത് മാർഗം പ്രയോഗിച്ചാലും ശരി, ഐവിയെ പിന്തിരിപ്പിച്ചേ പറ്റൂ. അവൾ ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പാടില്ല. ഫെർണാണ്ടസ് തർപ്പിച്ചു പറഞ്ഞു. ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ്? ജോൺ ഫ്രാൻസിസ് പിറുപിറുത്തു. യെസ്, നേരം പുലരാൻ കാത്തു നിൽക്കുകയാണവൾ. പുലർന്നാൽ അവൾ SI ചന്ദ്രമോഹൻ്റെ അടുത്ത് ചെല്ലും, കേസ് ഫയൽ ചെയ്യാൻ. SI ചന്ദ്രമോഹൻ? അതെ. തീർച്ചയാണോ? സംശയിക്കേണ്ട ജോൺ. ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു DYSP അല്ലേ? ചെറിയാൻ്റെ അനിയനും പള്ളിയിലെ കപ്പ്യാരും ഐവിയും കൂടെയാണ് കല്ലറയിലെ സ്ലാബ് നീക്കിയത്. നിങ്ങളുടെ താവഴിയിലെ കല്ലറയ്ക്കുള്ളിൽ ആരുടെയും അവശിഷ്ടങ്ങൾ ഉണ്ടാകാനിടയില്ലെന്ന് കപ്പ്യാർക്കറിയാമല്ലോ. അതിൻ്റെ കൃത്യമായ വിവരത്തിന് വേണ്ടിയാണ് അവൾ കപ്പ്യാരെ പിടികൂടിയത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കയ്യിലുള്ള 1.5 ലക്ഷത്തിൽ 1% അവൾക്ക് 1% കപ്പ്യാർക്ക് കിട്ടിക്കാണും. പണം കിട്ടിയാൽ ആരാ ഇക്കാലത്ത് ചെയ്യില്ലാത്തത്? മാത്രമല്ല, അവർ മൂവരും ആ സത്യം കണ്ടു മനസ്സിലാക്കി എന്ന് കരുതിക്കൊണ്ട് തന്നെ വേണം കാര്യം നടപ്പാക്കാൻ. ജോൺ തരിച്ചിരിക്കുകയാണ്. കേസ് സ്റ്റേഷനിൽ എത്താൻ പാടില്ല. എങ്ങനെ സാധിച്ചാലും തരക്കേടില്ല. ഫെർണാണ്ടസ് തുടർന്നു. ചന്ദ്രമോഹൻ ആൾ ഉപദ്രവകാരിയൊന്നുമല്ല, എന്നാൽ ആളല്പം കർക്കശക്കാരനാണ് താനും. ഞാൻ സുപ്പീരിയർ ഓഫീസർ ആയതിനാൽ റിക്കാർഡില്ലാതെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും. പക്ഷേ റിക്കാർഡുണ്ടായാൽ അയാൾ പിന്തിരിഞ്ഞു നിൽക്കില്ല, മുൻപോട്ട് തന്നെ പോകും. ഞാനത് ആവർത്തിക്കുകയാണ്. ഐവിയുടെ
പരാതി സ്റ്റേഷൻ ഫയലിൽ കയറി പറ്റരുത്. ജോൺ മിഴിച്ചിരുന്നു. ഇത്രയും നിങ്ങൾ ചെയ്യുമെങ്കിൽ ബാക്കി കാര്യം ഞാനേറ്റു. ഫെർണാണ്ടസ് എഴുന്നേറ്റു. കുറഞ്ഞ പക്ഷം 10-18 വർഷം നിങ്ങളുടെ സ്നേഹവും നെഞ്ചിലെ ചൂടും അനുഭവിച്ചറിഞ്ഞതല്ലേ അവൾ. പോരെങ്കിൽ ഒരു പെണ്ണല്ലേ. നിങ്ങൾ മകളെപ്പോലെ സ്നേഹിക്കുന്നു എങ്കിൽ ഒരു അച്ഛനാകാൻ ശ്രമിക്കുക. ഒരച്ഛൻ്റെ അധികാരത്തിലും ആജ്ഞാശക്തിയിലും അവൾ പതറാതിരിക്കുമോ? ശരിയാണോ? ഫെർണാണ്ടസ് പറയും പോലെ അവളെ അനുസരിപ്പിക്കാൻ തനിക്ക് കഴിയുമോ? എന്നോ മരിച്ച് നാമാവശിഷ്ടമായ ചെറിയാൻ എന്ന മനുഷ്യനല്ല, ജീവിച്ചിരിക്കുന്ന നിങ്ങളാണ് അവളുടെ അപ്പൻ എന്നവളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഒരു ഉത്ബോധം നിറയണം. എങ്കിലേ ജയിക്കൂ. ഞാൻ പോകുന്നു ജോൺ. നിങ്ങൾക്ക് ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളെ ഈ 10-24 വർഷമായിട്ട് ഞാൻ അറിയുന്നതല്ലേ. വിഷ് യു ഗുഡ് ലക്ക്. ഫെർണാണ്ടസ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്ത് കാർ സ്റ്റാർട്ടാക്കുന്ന സ്വരം. ജോൺ സെറ്റിയിലേക്ക് വീണ്ടും തളർന്നിരുന്നു. സെറ്റിയിൽ തലയിട്ട് ഉരുട്ടി കൈ ചുരുട്ടി തലക്കിട്ടിടിച്ചു. ഐവി, പ്രിയപ്പെട്ട കുട്ടി, അവൾ ഇന്ന് ഏറ്റവും വലിയ ശത്രുവായി തന്നെ കാണുന്നു. പ്രതികാരം ചെയ്യുന്നു. ജയിലിലടയ്ക്കാനൊരുങ്ങുന്നു. വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ. ഈ നെഞ്ചിൽ കെട്ടിനിന്നിരുന്ന വാത്സല്യം അപ്പാടെ കോരിക്കുടിച്ചിട്ടും അവൾക്കെങ്ങനെ ഇത്രയും അന്യയാകാൻ കഴിഞ്ഞു? ഏതോ ഒരു മനുഷ്യൻ, ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരാൾ, ആദ്യമായി കേൾക്കുന്ന ഒരു നാമം. എന്നിട്ടും ആ നാമമാണ് ഇന്ന് അവളുടെ ദൈവം. ആ നാമത്തെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയ താൻ ചെകുത്താനും. ചെന്നാൽ അവൾ എങ്ങനെ സ്വീകരിക്കും? ഓടി അടുത്തു വരുമോ? പപ്പ എന്ന് വിളിക്കുമോ? അതോ മുഖം വെട്ടിത്തിരിച്ച് കാറി തുപ്പുമോ? ജോൺ മെല്ലെ എണീറ്റു. വാതിൽക്കിലേക്ക് തിരിയുമ്പോൾ കണ്ടു ശില പോലെ തറഞ്ഞു നിൽക്കുന്ന റീത്ത. റീത്ത, നമ്മുടെ മോൾ. ജോൺ ആകെ പതറി. ഞാൻ കേട്ടുവെല്ലാം. നീണ്ട നെടുവീർപ്പ്. നമ്മുടെ മോൾ. അവൾക്ക് നമ്മൾ ശത്രുവാണ് റീത്ത. ആയിക്കോട്ടെ, പക്ഷേ നമുക്കവൾ ശത്രുവല്ലല്ലോ, പൊന്നുംകുടമല്ലേ. ജോൺ ദീനതയോടെ നോക്കി. എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം ജോണിച്ചാ. റീത്ത, ജോൺ അമ്പരന്നു. പ്ലീസ് പ്ലീസ് ജോണിച്ച, എൻ്റെ പൊന്നുമോളെ എനിക്കൊന്ന് കാട്ടിത്തരൂ. ഒന്ന് കാണാൻ എൻ്റെ നെഞ്ച് പൊട്ടിത്തുറക്കും മുമ്പ് എനിക്കവളെ ഒന്ന് കാണണം. റീത്ത കരഞ്ഞു. ഞാൻ അവളുടെ മമ്മിയല്ലെന്ന് അവൾ പറഞ്ഞോട്ടെ. അവൾ എന്നെ മമ്മിയെന്ന് വിളിക്കുകയും വേണ്ട. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി. ജോൺ കണ്ണുകൾ തുടച്ചു. ശരി, പോകാം. പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു വരൂ. ഇപ്പോൾ തന്നെ പോകാം. റീത്ത അകത്തേക്ക് പോയി. ജോണും മുറിയിലേക്ക് കയറി. ഇരുവരും പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി. ജോൺ കാർ ഇറക്കി. ആ കാർ ഗേറ്റ് കടന്ന് പാഞ്ഞു പോകുമ്പോഴും നേരം പുലർന്നിരുന്നില്ല. നന്നേ ക്ഷീണമുണ്ട്, മാനസികമായും ശാരീരികമായും. എന്നിട്ടും ജോൺ ആക്സിലേറ്ററിൽ കാലമർത്തിപ്പിടിച്ചു. കാർ പാഞ്ഞു പോവുകയാണ്. വഴിയിൽ വാഹനങ്ങളുടെ തിരക്ക് ആരംഭിക്കാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത കുറയ്ക്കേണ്ട ആവശ്യവുമില്ല. തളർന്നു തന്നെ ചാരിയിരിക്കുകയാണ് റീത്തയും. നേരം പുലർന്നിരിക്കുന്നു. സൂര്യൻ മെല്ലെ ഉദിച്ചു പൊങ്ങാൻ തുടങ്ങി. വാഹനങ്ങളുടെ തിരക്കും ആരംഭിച്ചു. അവർ കോണാട്ടുകരയിലെത്തി. പള്ളിക്ക് മുമ്പിൽ കാർ നിന്നു. റീത്ത, 1 മിനിറ്റ്, ഞാനിതാ വരുന്നു. ജോൺ ഫ്രാൻസിസ് ഡോർ തുറന്നിറങ്ങി. ആ കല്ലറ നോക്കാൻ പോവുകയായിരിക്കും അല്ലേ? പെട്ടെന്നായിരുന്നു റീത്തയുടെ സ്വരം. ജോൺ ഫ്രാൻസിസ് ഞെട്ടി നിന്നു. പോയി കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? സ്ലാബ് പൊളിച്ച് അതിനുള്ളിലുള്ളത് വാരി മാറ്റാനോ? ജോണിന് നാവില്ല, ശബ്ദമില്ല. ജോണിച്ച, എന്നോ ചെയ്ത തെറ്റ്. 18 വർഷം മുമ്പ് മാനസികമായി ഇത്രയും വർഷം ചെയ്ത പീഡനം, അതുതന്നെ ഏറ്റവും വലിയ ശിക്ഷയാണ്. ഞാൻ ശിക്ഷിക്കുന്നില്ല. അല്ലെങ്കിലും ശിക്ഷിക്കാൻ ഞാനാര്? ഞാനെല്ലാം ക്ഷമിക്കുന്നു, മറക്കുന്നു. വേണ്ടി വന്നാൽ ജോണിച്ചൻ രക്ഷപ്പെടുമെങ്കിൽ ആ കല്ലറയ്ക്കുള്ളിലിറങ്ങി അതിനുള്ളിൽ അടക്കിയിരിക്കുന്ന ആ രഹസ്യം വാരി നീക്കം ചെയ്യാനും ഞാൻ തയ്യാറാണ്. കാരണം ജോണിച്ചൻ രക്ഷപ്പെടണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ മുഖം കണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നവളാണ് ഞാൻ. റീത്ത. ജോൺ ഫ്രാൻസിസ് വീണ്ടും ആ കാറിനുള്ളിൽ കടന്നിരുന്നു. റീത്തയുടെ തോളിലേക്ക് ചാരി അങ്ങനെ ഇരുന്നു. എല്ലാ സങ്കടങ്ങളും അവരുടെ ചുമലിലേക്ക് താങ്ങി വെച്ച് കൊടുക്കും പോലെ. കുഴപ്പം ആർക്കായിരുന്നാലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരാൻ എനിക്കൊരിക്കലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ജോണിച്ചൻ ഒരു കുഞ്ഞിനെ പോലെ എന്നെ സ്നേഹിച്ചു. പിന്നെ എനിക്കൊരു മോളെ കൊണ്ടുവന്ന് തന്നു. ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള ഒരാളുടെ ഒരു ചെറിയ തെറ്റ് ദൈവം പോലും പൊറുക്കും. ഞാനിപ്പോൾ അതെല്ലാം മറക്കുകയാണ് ജോണിച്ച. റീത്ത മന്ത്രിക്കും പോലെ പറഞ്ഞു. അവരുടെ കരം പിടിച്ച് സ്വന്തം നെഞ്ചിൽ വെച്ച് ജോൺ ഫ്രാൻസിസ് പറഞ്ഞു. റീത്ത, എൻ്റെ നെഞ്ചിൽ തൊട്ടു നോക്കൂ. ആളി പടർന്നുകൊണ്ടിരുന്ന തീയെ മുക്കാലും അണഞ്ഞില്ലേന്ന്. നീ എന്നോട് ക്ഷമിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചം തന്നെ വെറുത്താലും ഞാൻ സങ്കടപ്പെടില്ല റീത്ത. ഇനി നമുക്കിരുവർക്കും കൂടി ചെന്ന് മോളെ കാണാം. നമ്മൾ കരഞ്ഞ് കാല് പിടിച്ചാൽ നമ്മളുടെ മോൾ നമ്മളോടൊപ്പം വരില്ലേ റീത്ത? വരും. റീത്ത തറപ്പിച്ചു പറഞ്ഞു. വീണ്ടും നമുക്ക് പൊയ്പോയ ആ സ്വർഗം വീണ്ടെടുക്കണം. മോളുടെ ഇഷ്ടം പോലെ ഫ്രിഞ്ചിയെ കൊണ്ട് തന്നെ അവളെ മിന്നുകെട്ടിക്കണം. പേരക്കുട്ടികളെയും കളിപ്പിച്ച് വിശ്രമിക്കണം. ഓ റീത്ത അരുമയോടെ അദ്ദേഹത്തോട് ചേർന്നിരുന്നു. പള്ളിയിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയിരുന്നു. ആദ്യ കുർബാനയുടെ സമയമാകുന്നു. പലരും ആ ഒതുങ്ങിക്കിടുന്ന കാറിനെ ശ്രദ്ധിക്കുന്നു.
ജോൺ ഡോർ തുറന്ന് വീണ്ടും പുറത്തിറങ്ങി നടക്കുമ്പോൾ കണ്ടു ധൃതിയിൽ പോകുന്ന കുര്യച്ചൻ. കപ്പ്യാർ, ഐവിമോളുടെ സഹായി. കുര്യച്ചൻ, ജോൺ ഫ്രാൻസിസ് വിളിച്ചു. കുര്യച്ചൻ നിന്നു, തിരിഞ്ഞു നോക്കി. തിരിച്ചറിവിൻ്റെ ഒരു നിമിഷത്തിൽ അയാളുടെ കണ്ണുകളിൽ ഒരു നടുക്കം ജോൺ ഫ്രാൻസിസ് കണ്ടു. അയ്യടാ, ജോൺ സാർ അല്ലയോ കുളത്തിങ്കലെ? അതെ. ഇതെന്നാ? അല്ല, ഇപ്പോൾ ഇത്ര പെട്ടെന്ന് വരാൻ? കുര്യച്ചൻ ആകെ പരിഭ്രമം. പെട്ടെന്നല്ലല്ലോ, വരണമെന്ന് തോന്നി. എന്നാലും ഒരു കാരണം വേണ്ടായോ? കുര്യച്ചൻ ഐവിയെ കണ്ട കാര്യം പോലും പറയുന്നില്ലെന്ന് ജോൺ ശ്രദ്ധിച്ചു. കാരണമുണ്ട്, ആ കല്ലറയൊന്ന് കാണാൻ വന്നതാണ്, ജോൺ മനഃപൂർവ്വം പറഞ്ഞു. കല്ലറയോ? അതെന്തിന്? ഇപ്പോൾ കാണുന്നതെന്തിന്? അയാൾ ഒന്ന് വിറച്ചോ? ഭയം ആ കണ്ണുകളിൽ ഇടതിങ്ങിയോ? അതൊഴിഞ്ഞു കിടക്കുകയല്ലേ, ഒന്ന് കണ്ടുവെക്കാമെന്ന് വെച്ചു. എന്നായാലും അത്യാവശ്യമുള്ളതല്ലേ, പോരെങ്കിൽ പ്രായം ഇത്രയും ആയില്ലേ. ഒഴിഞ്ഞു കിടക്കുക അല്ലല്ലോ? അതെ അതെ, അതിലാരുമില്ലല്ലോ. പറഞ്ഞത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ കുര്യച്ചൻ പിന്നെ ഭയത്തോടെ തിരുത്തി. അതിലാരുമില്ല. അല്ല, ആരും മരിച്ചിട്ടില്ല, പിന്നെങ്ങനെ അതിലടക്കം ചെയ്യും? ജോൺ ഫ്രാൻസിസ് മുമ്പോട്ട് നടന്നു. കപ്പ്യാർ സ്തംഭിച്ചു നിന്നു. ആ കല്ലറയ്ക്ക് മുമ്പിൽ ജോൺ ഫ്രാൻസിസ് നിന്നു. ഇളകിയ മണ്ണ് കണ്ടു, കൂന്താലിയുടെ പാട് സ്ലാബിൽ കണ്ടു. ശരിയാണ്, ആരോ സ്ലാബ് ഇളക്കിയിട്ടുണ്ട്. ഫെർണാണ്ടസ് കള്ളം പറഞ്ഞതല്ല. എത്രയൊക്കെ ചോദിച്ചിട്ടും ചെറിയാൻ എങ്ങനെ മരിച്ചു എന്നും ആര് കൊന്നുവെന്നും ആ കല്ലറയ്ക്കുള്ളിൽ എങ്ങനെ വന്നുവെന്നും അവൾ മറച്ചു വെച്ചു. ഒക്കെ പറയാം, എല്ലാവരോടും പറയാം, സമയമാകട്ടെ, ഐവി പറഞ്ഞു. ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് എൻ്റെ അപ്പം മരിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ എൻ്റെ അപ്പൻ്റെ ചോര വീണിട്ടുണ്ട്, അത്രമാത്രം അറിഞ്ഞാൽ മതി, അവൾ പറഞ്ഞു. കപ്പ്യാർ വീട്ടിലേക്ക് പോയി. ത്രേസ്യാമ്മ കാത്തിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞ് ഏറെ നേരെ ഇരുന്നു. ഒടുവിൽ അവരും കിടന്നു. ഐവി മാത്രം ഉറങ്ങിയില്ല. അവളുടെ കൺമുന്നിൽ കല്ലറയ്ക്കുള്ളിലെ ആ രൂപമായിരുന്നു. തലയോട്ടി, കുറേ അസ്ഥികഷ്ണങ്ങൾ, തുറന്നപ്പോഴത്തെ വല്ലാത്ത ദുർഗന്ധം, തൻ്റെ അപ്പൻ്റെ ചോരയും മാംസവും ചീഞ്ഞഴുകി 18 വർഷം കലർന്നു ചേർന്ന വായുവിലെ ദുർഗന്ധം. താനിരിക്കുന്ന ഈ മുറിയിൽ വെച്ചായിരുന്നു ആ ദാരുണ സംഭവം? അതോ അപ്പുറത്തെ മുറിയിലോ? കുത്തിമലർത്തിയിട്ട് ആ ചോരയിലൂടെ വലിച്ചിഴിച്ച് ശവക്കല്ലറയിൽ അടച്ചിട്ട അതേ കൈകളുടെ ലാളനയേറ്റ് 18 വർഷം തൻ്റെ ശരീരം ഇതാ തടിച്ചു കൊഴുത്ത്. ഐവിക്ക് സത്യമായും കരച്ചിൽ വന്നു. ഇങ്ങനെ ഒരു വിധി ആർക്കെങ്കിലും ഉണ്ടാകുമോ? അപ്പൻ്റെ ചോര പുരണ്ട കൈകളിൽ കിടന്ന് വളരാൻ, ചോര പുരണ്ട ചോറുണ്ട് വളരാൻ? ഇല്ല, അതിന് പ്രതികാരം ചെയ്തിട്ട് തന്നെ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലെന്ത്? എത്ര യാദൃശ്ചികമായി താൻ സത്യം അറിഞ്ഞു. ഫ്രിഞ്ചിയുടെ ഫാദർ അന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, താനത് കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും താൻ ആ ചോര പുരണ്ട ചോറ് തന്നെ ഉണ്ണുമായിരുന്നില്ലേ? അന്ന് തന്നെ വീട്ടിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയ ഫ്രിഞ്ചിക്ക് നന്ദി. ഫ്രിഞ്ചി നെഞ്ചിലൊരു തേക്കം വഴിമുട്ടിത്തിരിഞ്ഞു. താൻ പോന്നിട്ട് 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 8 ദിവസം ഫ്രിഞ്ചിയെ കാണാതെ, ആ ശബ്ദം കേൾക്കാതെ കഴിഞ്ഞു. തന്നെ കാണാതെ 8 ദിവസം കഴിയാൻ ഫ്രിഞ്ചിക്ക് കഴിഞ്ഞോ? തന്നെ അന്വേഷിച്ച് ഫ്രിഞ്ചി നടക്കുന്നുണ്ടോ? ഇല്ല ഫ്രിഞ്ചി, സ്വന്തം അച്ഛനെ എതിർത്ത് ഫ്രിഞ്ചി എന്നെ സ്വന്തമാക്കണ്ട. ഓരോ പിതാവിനും മക്കളെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടാകും. ഐവി ഇന്നീ ലോകത്തിൽ ആരുമല്ല, കേവലം ഒരു പുഴു മാത്രം. ഇതാ ഈ കൊച്ചു വീട്ടിൽ തനിച്ച്, ഇവിടെ തന്നെ വളരേണ്ടവൾ, ഇവിടെ ജീവിക്കേണ്ടവൾ. വിധിവൈപര്യത്താൽ അവിടൊക്കെ വന്ന് കണ്ടു, പരിചയപ്പെട്ടു. ഇനി മറന്നേക്കുക. ഐവിക്ക് ആ ജീവിതം വേണ്ട. അവിടെ എനിക്ക് ആരുമില്ല. എനിക്ക് അവിടുത്തെ അഡ്രസ്സും ഇല്ല. അഡ്രസ്സില്ലാത്ത, ആരുമില്ലാത്ത ഈ അനാഥ പെണ്ണ് ഫ്രിഞ്ചിയുടെ സ്വപ്നങ്ങളിലുണ്ടോ? ഇല്ല, എനിക്കറിയാം. ഇല്ല, ഫ്രിഞ്ചിയുടെ സ്വപ്നത്തിൽ ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ ഒരേ ഒരു പുത്രി മാത്രമാണുള്ളത്, അനാഥയായ ഐവി അല്ല. അല്ലെങ്കിലും എൻ്റെ ലക്ഷ്യം ഇനി അതൊന്നുമല്ല, മറ്റൊന്നാണ്. ഐവി ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ചെടുത്തു. പിന്നെ 1-2 പേപ്പർ വലിച്ചെടുത്ത് എഴുതി. ഒരു പെറ്റീഷനായിരുന്നു അത്. SI ചന്ദ്രമോഹനെ ഏൽപ്പിക്കാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ട് അവൾ വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കി. നേരം പുലർന്നു വരുന്നു. SI ചന്ദ്രമോഹൻ എപ്പോഴാണ് ഉണരുക? 7-ന് 8-ന്. ഒരു 8 മണിക്ക് ചെല്ലാം. വൈകിയാൽ അദ്ദേഹം സ്റ്റേഷനിലേക്ക് പോയാലോ? സ്റ്റേഷനിൽ ചെല്ലാൻ വയ്യ, വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അതുമതി. നേരം പുലർന്നു. പിന്നാമ്പുറത്ത് ഓല മറച്ചു കെട്ടിയ മറപ്പുരയ്ക്കുള്ളിൽ നിന്നും അവൾ കുളിച്ചു, ഡ്രസ്സ് മാറി. ത്രേസ്യാമ്മ അവൾക്ക് പുട്ടും കടലയും കൊടുത്തു. ഐവിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പലഹാരം. അവളുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ആഹാരം പോലും തയ്യാറാക്കിയിരുന്ന ഒരമ്മയെ അവൾ മറന്നോ? റീത്ത, അവളുടെ പ്രിയപ്പെട്ട മമ്മി. ഇഷ്ടമില്ലാഞ്ഞിട്ട് അവൾ പുട്ട് കഴിച്ചു. പ്രത്യേക ബ്രാൻഡിലെ തേയില ഇഷ്ടപ്പെട്ടിരുന്ന അവൾ ഏതോ വില കുറഞ്ഞ തേയില കൂട്ടിയ ചായ കുടിച്ചു. അപ്പോഴും അവൾ റീത്തയെ ഓർക്കാൻ ശ്രമിച്ചില്ല. കാപ്പി കൂടി കഴിഞ്ഞവൾ തോമസിനെ വിളിച്ചു. ഒരു ടാക്സി വിളിക്കണം. ആദ്യം പോലീസ് ക്വാർട്ടേഴ്സിൽ വരെ പോകണം. നമ്മൾ രാത്രിയിൽ കണ്ട കാര്യം ചേർത്ത് ഒരു പരാതി തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. അത് SIക്ക് കൊടുക്കണം. പിന്നെ നമ്മൾ ടൗണിൽ പോകുന്നു. അപ്പാപ്പൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് 10 തയ്യൽ മെഷീൻ വാങ്ങിക്കുന്നു. എന്താ? ഇന്ന് തന്നെയോ? തോമസിൻ്റെ കണ്ണ് തള്ളിപ്പോയി. വിശ്വസിക്കാനാവാത്തത്. പിന്നല്ലാതെ. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വാങ്ങിക്കണം. അങ്ങനല്ലയോ മോള് പറഞ്ഞത്?
ത്രേസ്യാമ്മ വാത്സല്യത്തോടെ പറഞ്ഞു. തോമസ് തല കുലുക്കി. ഒരു നല്ല കാര്യത്തിനല്ലേ, നല്ല നേരം നോക്കി പോണം, ത്രേസ്യാമ്മ പറഞ്ഞു. നിങ്ങൾ വേഗം കുളിച്ചിറങ്ങ്, എന്നിട്ട് വണ്ടി പിടിച്ചോണ്ട് വാ, ത്രേസ്യാമ്മ ഉത്സാഹിപ്പിച്ചു. തോമസ് ധൃതിയിൽ കുളിച്ചൊരുങ്ങി വന്നു വഴിയിലിറങ്ങി. അങ്ങ് കവലയിലെങ്ങാനും ചെന്ന് നിൽക്കണം, ഇവിടൊക്കെ ഒരു വണ്ടി കിട്ടാൻ വലിയ പാടാ, ത്രേസ്യാമ്മ പറഞ്ഞു. ഐവി മിണ്ടിയില്ല. അവൾ തൻ്റെ ഗിത്താർ കയ്യിലെടുത്തു. ജോയിയും റോസ്ലിനും ഉണർന്നു എണീറ്റ് വരുമ്പോൾ ഐവി ഗിത്താറിൻ്റെ കമ്പികളിൽ വിരൽ കൊണ്ട് ശ്രുതി ഇട്ട് കഴിഞ്ഞിരുന്നു. അവർ താല്പര്യത്തോടെ കണ്ടു. ഐവി അല്ലെങ്കിൽ തന്നെ ഒരു അത്ഭുതമായി കഴിഞ്ഞിരുന്നു അവർക്കും. നോട്ടുകെട്ടുകൾ പുഷ്പം പോലെ പെറുക്കിയിടുന്ന ഒരു ചേച്ചി. ആ ചേച്ചി അവരുടെ സ്വന്തക്കാരിയാണെന്ന് അറിഞ്ഞപ്പോഴത്തെ അമ്പരപ്പ് ഇനിയും അവൾക്ക് വിട്ടുമാറിയിട്ടില്ല. ഇപ്പോഴിതാ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു സംഗീതോപകരണം ഇവിടെ വെച്ച് വായിക്കുന്നു. പെട്ടി കണ്ടു, പക്ഷെ അതിൽ ഇതാണെന്ന് കരുതിയിരുന്നില്ല. ഐവി അവരെ കണ്ടില്ല. അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് ഫ്രിഞ്ചിയാണ്. ഗിത്താറിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഫ്രിഞ്ചി. അവൻ്റെ ആ കരവിരുതും. കോളേജിൽ വെച്ച് ഗിത്താറിൽ നടത്തിയ മത്സരം. അവൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയപ്പോൾ തോന്നിയ അമർഷം, അസൂയ. ഒടുവിൽ ആ വികാരം സ്നേഹത്തിന് വഴിമരുന്നിട്ടതും. ഒടുവിൽ എല്ലാം ആയതും. എന്നിട്ടിപ്പോൾ അത്രയുമായപ്പോൾ കണ്ണുകൾ തുളുമ്പി ഒഴുകിപ്പോയി. കൈവിരലുകളുടെ ചലനവും അവൾ അറിയാതെ നിന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ ഗിത്താർ താഴെ വെച്ച് അവൾ മുഖം തിരിച്ചു. ആദ്യം കണ്ടത് ഷൂസുകളാണ്. ആ ഷൂ തന്നെ അവളെ ഞെട്ടിച്ചു. കാരണം അതവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതവൾ തന്നെ സെലക്ട് ചെയ്ത ഷൂ ആണ്. അത് കണ്ടാൽ അതിൻ്റെ ഉടമസ്ഥനെ മനസ്സിലാകും. മുഖം ഉയർത്തുകയും കാണുകയും ചെയ്യാതെ തന്നെ. എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ അവൾ തരിച്ചിരുന്നു പോയി. മോളെ ജോൺ ഫ്രാൻസിസ് വിളിച്ചു. ഐവി മെല്ലെ എണീറ്റു. മുഖം ഉയർത്താതെ നിന്നു. മോളെ ജോൺ ഫ്രാൻസിസ് ഒരടി കൂടി മുന്നോട്ട് വെച്ചു. അവളുടെ തോളിൽ പിടിക്കാനാഞ്ഞു. ഐവി ഞെട്ടി പിന്മാറി. നിമിഷം കൊണ്ട് അവളുടെ മുഖം രൗദ്രഭാവം കൊണ്ടു. എന്നെ തുടരുത്, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവളെയും അകത്തു കടന്നു വന്ന മനുഷ്യനെയും മാറി മാറി നോക്കിക്കൊണ്ട് ജോയിയും റോസ്ലിയും ത്രേസ്യാമ്മയും നിന്നു. ത്രേസ്യാമ്മ ജോൺ ഫ്രാൻസിസിനെ തിരിച്ചറിഞ്ഞു. ഒരു ചെറുപ്പക്കാരനുമൊത്ത് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് മറ്റാരുമില്ലേ എന്ന് ചോദിച്ച മനുഷ്യൻ. മോളെ, പപ്പായ്ക്കൊരു കാര്യം പറയാനുണ്ട്. പപ്പായ്ക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് തരുമോ? ജോൺ ഫ്രാൻസിസ് യാചിച്ചു. ഇല്ല, 18 വർഷം തട്ടിപ്പറിച്ചെടുത്തില്ലേ, ഇനിയും വേണോ 5 മിനിറ്റ്? ഐവി ക്രുദ്ധയായി. മോളെ, ദയവായി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. എനിക്ക് മോളോട് ഒരു പ്രധാന സംഗതി പറയാനുണ്ട്. അറിയാം, പറയാൻ പോകുന്നതൊക്കെ അറിയാം. എനിക്ക് കേൾക്കണ്ട. മോളൊന്ന് പുറത്തേക്ക് വരൂ. 18 വർഷത്തിൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് കൂടി. ജോൺ ഫ്രാൻസിസ് കേണു. ആ യാചനയും നിൽപ്പും റോസ്ലിക്കും ജോയിക്കും ത്രേസ്യാമ്മയ്ക്ക് പോലും അലിവുണ്ടായി. ചെല്ല് ചേച്ചി, ജോയിയും റോസ്ലിയും പറഞ്ഞു. ചെല്ല് മോളെ, ത്രേസ്യാമ്മ പറഞ്ഞു. ഐവി മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് ചലിച്ചു, ഒരു മരപ്പാവയുടെ ഹൃദയവുമായി. പിന്നാലെ ജോണും പുറത്തിറങ്ങി. മുറ്റത്തൂടെ ഐവി വഴിയിലിറങ്ങിയതും പൊള്ളിയതുപോലെ കാൽ പിന്നോട്ട് വലിച്ചു. വഴിയിൽ കാറിനുള്ളിൽ റീത്ത. അവളെ കണ്ടതും ഡോർ തുറന്ന് റീത്ത പാഞ്ഞു വന്നു. മോളെ, മമ്മിയുടെ പൊന്നു മോളെ. റീത്ത അവളെ വാരിപ്പുണർന്നു. മുഖത്തും നെറ്റിയിലും നെറുകയിലും ഉമ്മ വെച്ചു. ഐവി തളർന്നുപോയി. മമ്മി, ഒരുപാട് സ്നേഹിച്ച മമ്മി, ഒരുപാട് സ്നേഹിച്ചതാണ് ഈ മനുഷ്യനും. പക്ഷേ മോളെ, നീ എവിടെ ആയിരുന്നട കുട്ടാ? എത്ര ദിവസമായി മമ്മിയുടെ മുത്തിനെ ഒന്ന് കണ്ടിട്ട്. എൻ്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ? വല്ലതും കഴിച്ചോ? ആര് തന്നു? മോൾക്ക് വിശക്കുന്നുണ്ടോ? എവിടെയാണ് ഉറങ്ങിയത്? മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. ഒറ്റ ശ്വാസത്തിന് റീത്ത പറയുകയും കരയുകയും ചെയ്യുകയായിരുന്നു നിർത്താതെ. നോവൽ നാളെ തുടരും.